ഇന്ന് നമ്മൾ പേപ്പർ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ 1-ൻ്റെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ കണ്ടറിയാം, ഇത് എളുപ്പമാണ്, പക്ഷേ ഇത് കുറച്ച് ടഫാണ്. ഓക്കെ, എളുപ്പമാണെങ്കിലും ഇത് ആൻസറിലേക്ക് എത്താൻ എളുപ്പമാണ്, പക്ഷേ ഇതിൽ കുറേ ടഫായിട്ടുള്ള കുറേ ഇക്വേഷൻസും കൺസെപ്റ്റുകളൊക്കെ ജനറൽ കുറേ റൂളുകൾ ഇതിൽ റൂൾ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മളത് പറയാം, ഡിസ്കസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ, 3 കോളങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ജിയോ ടി വിസിൻ്റെ അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. 5 ടൗൺ കൊടുത്തിട്ടുണ്ട്, ABCDE. ഓരോ ടൗണിലും കാണുന്ന മൊത്തം അവരുടെ വ്യൂവേഴ്സ്, ടോട്ടൽ വ്യൂവേഴ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്ര ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് മുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ ഇഫ് ദ നമ്പർ ഓഫ് മെയിൽസ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ദ ടൗൺ T ഈസ് 200/3% മോർ ദാൻ ദ ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. ഇങ്ങനെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് മോർ ദാൻ ഫ്രാക്ഷൻ മെത്തേഡ്, അതൊരു റൂളാണ്, മോർ ദാൻ ഫ്രാക്ഷൻ റൂൾ. അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇതിൽ കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഈ ചോദ്യത്തിൽ ഫസ്റ്റ് ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഫസ്റ്റ് ചോദ്യത്തിൽ എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് ഒന്നുകൂടെ ജസ്റ്റ് ഇവിടെ പറയാം. ഇവിടെ ചോദ്യം കണ്ടല്ലോ അല്ലേ, ഇഫ് ദ നമ്പർ ഓഫ് മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ D ഈസ് 200/3% മോർ ദാൻ. ഈ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് മോർ ദാൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറെ രീതിയാണ്, സാധാരണ യൂസ് ചെയ്യുന്ന ഈ രീതിയല്ല. അത് വേറെ റൂളാണ്, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടത്. ദാറ്റ് ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. ഇനി നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ട കാര്യം പറയാം. ഇവിടെ നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത്? ഇവിടെ നമുക്ക് കണ്ടെത്തുന്നത് എന്താണ്? റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നമ്മൾ ചോദ്യത്തിൽ ഉത്തരം റേഷ്യോ ആണ്. ഈ എന്ത് തമ്മിലുള്ള റേഷ്യോസ് ആണ് കണ്ടെത്തേണ്ടത്? മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്, മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ D ഈസ് ടു നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ A and C ടുഗദർ. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് നോക്കാം. മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് viewers town D is to total unsubscribed viewers in town A and town C together. ഇതാണ് നമുക്ക് ഉത്തരത്തിൽ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ടോട്ടൽ എത്രയാണ്, ടോട്ടൽ നമ്മൾ ആദ്യം കണ്ടെത്തിയത് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ E എന്ന് പറഞ്ഞാൽ 1200 പറഞ്ഞിട്ടുണ്ട് അല്ലേ. E എന്ന് പറഞ്ഞാൽ 1200. അതായത് 100%-ൻ്റെ 20% എന്ന് പറയുന്നത് 1200. അപ്പോൾ 100% കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്നലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 100നെ റിവേഴ്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. 20 എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ 1200 ആണെങ്കിൽ 100% ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 10% ആക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 20ൻ്റെ 10 ആണെങ്കിൽ
10% 600 ആയല്ലോ, 600. അപ്പോൾ 100% അത് 6000 വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 100% 6000 എന്ന് കാണാം. അപ്പോൾ 6000-ൻ്റെ 12% എ വരിക, 15% ബി വരിക, 28% സി വരിക, 25% ഇ വരിക. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്കൊന്ന് പോവാം. ഇന്നലെ പറഞ്ഞ തന്നെയാണ്, ശരി, നമുക്ക് ആദ്യം മുതൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യാം. ഇപ്പോൾ 20% ഓഫ് ടി, ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 12,200. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അതായത് ടോട്ടൽ ജിയോ ടി വി കാണുന്ന ടോട്ടൽ ആൾക്കാർ എത്രയാണ്. അപ്പോൾ ടോട്ടൽ സമം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 1200 ഇൻറ്റു 100/20. അപ്പോൾ നമുക്ക് കിട്ടും 6000 എന്ന് കിട്ടും. ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് ഇവിടെ 2 കാര്യങ്ങൾ കാണാണ്ട്. മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ ഡിയും ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ടൗൺ എയും ടൗൺ സിയും. അപ്പോൾ നമുക്കിവിടെ ഈ 3 കാണാം, ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ, ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ, അതിൽ ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, അല്ലേ. അപ്പോൾ ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് പ്ലസ് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ആണ്, അല്ലേ. ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വ്യൂവേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് 6000, അല്ലേ. ഇനി സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സും തന്നിട്ടുണ്ട്, അല്ലേ. സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കോളത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്, എക്സ്ട്രാ ടേബിൾ ആഡ് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ. ഓരോ ഇതിൻ്റെയും സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തുന്നത് ഏതിൻ്റെയാണ്, ഈൻ്റെ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സാണ്, അല്ലേ. ഓരോന്നിനും സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സാണ്. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് നമുക്ക് കണ്ടെത്താനുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഇക്വേഷനിൽ ചേഞ്ച് വരുത്തുമ്പോൾ എങ്ങനെയാണ് വരിക, അൺസബ്സ്ക്രൈബ്ഡ് ഈക്വൽ ടു ടോട്ടൽ മൈനസ് സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ടൗൺ എ ചെയ്തു. ടൗൺ എയുടെ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നോക്കാം. ആകെ 6000 ആൾക്കാരുണ്ട്, അല്ലേ. അത് നമ്മൾ കണ്ടെത്തി 6000 ആൾക്കാർ ടോട്ടൽ ജിയോ ടി വി കാണുന്നവരുണ്ട്. ടോട്ടൽ ജിയോ ടി വി കാണുന്നുണ്ട്. അതിൽ എ എത്ര പെർസെൻറ്റേജാണ്, എന്ന് പറഞ്ഞാൽ 12% ടൗൺ എയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് 6000-ൻ്റെ 12% കണ്ടാൽ ഇതിൻ്റെ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 720 ഓക്കെ, ഇനി നമുക്ക് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് 440 നമുക്ക് കിട്ടി. ടൗൺ എൻ്റെ ടോട്ടൽ കിട്ടി. ഇനി സബ്സ്ക്രൈബ്ഡ് കിട്ടി. സബ്സ്ക്രൈബ് എത്ര, 440. അപ്പോൾ നമുക്ക് ഇനി അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര, ഈ ടോട്ടലിൽ നിന്ന് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കുറച്ചു. അപ്പോൾ നമുക്ക് എന്നിട്ട് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കിട്ടി 280 കിട്ടി. ഇത് എൻ്റെതാണ്, ടൗൺ എ. ഇതുപോലെ നമുക്ക് ടൗൺ സി കാണാം, അല്ലേ. ക്വസ്റ്റ്യനിൽ ടൗൺ സിയും ടൗൺ ഡിയും ടൗൺ എയും ആണ് കാണാനുള്ളത്. ടൗൺ സിൻ്റെ നമുക്ക് കാണാം. ടൗൺ സിൻ്റെ ടോട്ടൽ വ്യൂവേഴ്സ്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6000-ൻ്റെ എത്ര ശതമാനമാണ് ടോട്ടൽ വ്യൂവേഴ്സ് വരുന്നത്. ടൗൺ സി 6000-ൻ്റെ 28%. അപ്പോൾ 6000-ൻ്റെ 28%, 28/100 സമം നമ്മൾ ഇന്നലെ ചെയ്തതായിരുന്നു 6800 കിട്ടി. പിന്നെ ഇത് ടോട്ടലാണ്. ഇനി സബ്സ്ക്രൈബ്ഡ്
സബ്സ്ക്രൈബ്ഡ് ജിയോ ടി വി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ 880. ക്വസ്റ്റ്യൻ തന്നെ തന്നതാണ് 880. അപ്പോൾ ഇനി അൺസബ്സ്ക്രൈബ്ഡ് കാണും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 1680 മൈനസ് 880 സമം 800 കിട്ടി. ഇനി നമുക്ക് ടൗൺ ഡി. ഇതേപോലെ തന്നെ ടോട്ടൽ 6000-ൻ്റെ എത്ര ശതമാനമാണ്? ടൗൺ ഡി 6000-ൻ്റെ 25%. ഓക്കെ, 1000-ൻ്റെ 25% ടൗൺ ഡി വരെ. 25/100 സമം 1500. സബ്സ്ക്രൈബ്ഡ് എത്രയാണ്? അത് ചോദ്യത്തിലുണ്ട്. സബ്സ്ക്രൈബ്ഡ് എത്രയാണ്? ഓക്കെ, 700 സബ്സ്ക്രൈബ്ഡ്. 700. അപ്പോൾ ഇനി അൺസബ്സ്ക്രൈബ്ഡ് കാണാം. അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ജിയോ ടി വി. അപ്പോൾ 1500 മൈനസ് 700 സമം 800. ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് റേഷ്യോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ റേഷ്യോയിലെ നമുക്ക് കാണാണ്ടായിരുന്നത്. അപ്പോൾ ടൗൺ എൻ്റെയും ടൗൺ സിൻ്റെയും ടോട്ടലാണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത്. നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കണ്ടാൽ തന്നെ കിട്ടും. ടൗൺ എ ടോട്ടൽ എത്ര? 280. ടൗൺ സി എത്രയാണ്? ടൗൺ സിൻ്റെ 800. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുക എത്രയായിരിക്കും? 1080 അല്ലേ കിട്ടുക? വെച്ച് നോക്കാം. ടൗൺ എൻ്റെത് 280 പ്ലസ് ടൗൺ സിൻ്റെത് 800 സമം 1800. സോറി 1080. ഇവിടെ 1080 കിട്ടി. അപ്പോൾ 1080 ഈ മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ സി ആണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ റൂൾ ഉണ്ട്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ കണ്ടോ, മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ ഡി ഈസ് 200/3% മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 200/3% മോർ ദാൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഫ്രാക്ഷൻ ആണ്. ഇതിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ജനറൽ റൂൾ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മളൊരു ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് 2 രീതിയിലാണ് ചെയ്യുക. ഓക്കെ, ജനറൽ നമ്മൾ നോർമലായിട്ടൊരു ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കേക്കിൻ്റെ 2/3 ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 3 കഷ്ണമാക്കി കേക്കിനെ, അതിന് 2 കഷ്ണം ഞാൻ കഴിച്ചു, 1 കഷ്ണം അവിടെ ബാക്കിയുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. പക്ഷേ മോർ ദാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, മോർ ദാൻ ഫ്രാക്ഷൻ വരുന്ന സമയത്ത് 2 സെപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ കമ്പാരിസൺ ആണ് അവിടെ വരിക. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുക. ഇവിടെ 2 മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടോ, മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ ഡി ഈസ് 2/3% മോർ ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. ഇവിടെ 2 ഗ്രൂപ്പ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജനറൽ ഫ്രാക്ഷൻ പോലെയല്ല മോർ ദാൻ ഫ്രാക്ഷൻ. പക്ഷേ ഈ മോർ ദാൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ റൂൾ തന്നെയാണ്. ഇതിൽ വരുന്ന ഈ ഫ്രാക്ഷനിൽ വരുന്ന മറ്റൊരു റൂളാണ്. സാധാരണ വലിയ പ്രോബ്ലംസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഇത് സെപ്പറേറ്റ് രീതിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു സിംഗിൾ പീസിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചതല്ല ഈ മോർ ദാൻ ഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇവിടെ ഗ്രൂപ്പ് എ ഇവിടെ നമ്മൾ ഒന്നിനെ ഗ്രൂപ്പ് എ എന്ന് പറയാം. ഇതിൽ താഴെ പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അതിനെ ഗ്രൂപ്പ് എ ആയിട്ട് കണക്കാക്കും. മുകളിൽ പറയുന്ന ഗ്രൂപ്പിനെ ഗ്രൂപ്പ് ബി ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഗ്രൂപ്പ് ബി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ 200/3 നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം, ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ തിരിച്ചു പോവാം.
ഈ 200/3 ഈ 200/3% 200/3 ഇൻറ്റു 200/3 ഇൻറ്റു 100. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോർമൽ ആയിട്ടുള്ള സിമ്പിൾ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യുക ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ. ഇങ്ങനെ ഈ പ്രോബ്ലം ഇങ്ങനെ ഇത് കുറച്ച് റെയർ ആയിട്ട് വരുന്നൊരു പ്രോബ്ലമാണ് ടൗണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ട എന്താണ്? ഈ ഫ്രാക്ഷൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ഇത് എന്താണ്, റേഷ്യോ അല്ല കാണേണ്ടത്. ഇവിടെ ടോട്ടൽ മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ ഡി ഈസ് ടു ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ എ ആൻഡ് സി. ഇവിടെയാണ് നമുക്ക് ഫ്രാക്ഷൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പക്ഷെ മെയിൽ ആയതുകൊണ്ട് ഇവിടെ മെയിലും ഫീമെയിലും പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്കത് വീണ്ടും ഡിവൈഡ് ചെയ്തെടുക്കണം. മെയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഇതിനൊന്ന് ചെറുതാക്കാം. 200/3% എന്നുള്ളത് നമുക്ക് ചെറുതാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചോദ്യത്തിൽ ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ ഡി ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ വ്യൂവേഴ്സ് എത്രയാണ്? ഇവിടെ ബാക്കിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടും. ടൗൺ ഡി 800 അല്ലേ? 800 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ടോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മെയിലും ഫീമെയിലും നമ്മൾ പ്രത്യേകം കണ്ടെത്തുകയാണ് വേണ്ടത്. ടോട്ടൽ 800. അപ്പോൾ ഇനി മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഇതാ മെയിലും ഫീമെയിലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ലൈന് നോക്കുക. ദ നമ്പർ ഓഫ് മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ ഡി ഈസ് 200/3% മോർ ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അതായത് ഫീമെയിലിനേക്കാളും 200/3% മോർ ആയിരിക്കും മെയിൽ ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫീമെയിൽ 10 ആണെങ്കിൽ 10 ഉണ്ടെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞാൽ അത് എത്ര ആയിരിക്കും? ഫീമെയിലിനേക്കാളും എന്ത് കൂടുതലായിരിക്കും? 10 പ്ലസ് എത്ര ഉണ്ടായിരിക്കും? 200/3% കൂടുതലായിരിക്കും. അപ്പോൾ ഫീമെയിൽ 10 ആണെന്ന് കിട്ടുകയെങ്കിൽ മെയിലാണ്, ഫീമെയിലിൻ്റെ 10 ഉണ്ടായിരിക്കും പ്ലസ് 200/3 പ്ലസ് 200/3% കൂടുതലായിരിക്കും. നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ഫ്രാക്ഷൻ, പെർസെൻറ്റേജ് ഫ്രാക്ഷൻ. ഇപ്പോൾ 200/3%നെ നമുക്ക് ഒന്ന് എളുപ്പത്തിലേക്കൊന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ 200/3 × 100 സമം 2/3 കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഫ്രാക്ഷൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റാണിത്. ഇവിടെ ഇതാ ഒരു മിനിറ്റ്. ഓക്കെ, മോർ ദാൻ ഫ്രാക്ഷൻ റൂളാണ് ഇവിടെ പറയുന്നത്. ഇത് മോർ ദാൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ്റെ പുറത്തുള്ള റൂളൊന്നും അല്ല കേട്ടോ. ഇത് സാധാരണ ഫ്രാക്ഷന് ഡിഫറെൻ്റ് ആണ്. ഒന്നുകൂടെ നമ്മൾ പറയാം. ഇപ്പോൾ ഞാനൊരു കേക്ക് കഴിച്ചു. ഇവിടെ ഇന്നലെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് സാറോട് ചോദിച്ചതിന് ശേഷം ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു കേക്ക് ജനറലി ഫ്രാക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പറയാം? ഞാനൊരു കേക്ക് കഴിച്ചു. 3ൽ
2 കേക്ക് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയാണ്. ഒരു കേക്ക് ഉണ്ട്, അതിനെ 3 കഷ്ണമാക്കി അതിൻ്റെ 2 കഷ്ണം ഞാൻ കഴിച്ചു എന്നതാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ഇവിടെ മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഇങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ക്വസ്റ്റ്യനിൽ കണ്ടോ, മോർ ദാൻ ഇത് കണ്ടല്ലോ, പേഴ്സൻറ്റേജ് മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പുകൾ വിശദീകരിക്കുന്നുണ്ട് അല്ലേ? മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് ഗ്രൂപ്പും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. ഓക്കെ, നമുക്ക് എന്താ പറയുക, ഗ്രൂപ്പ് എ ആണ് മെയിൽ ആണ്. ആദ്യം പറയുന്നത് ഗ്രൂപ്പ് എയും രണ്ടാമത് പറയുന്നത് ഗ്രൂപ്പ് ബിയുമാണ്. ഓക്കെ, ഇവിടുത്തെ റൂൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിടാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇറ്റ് മീൻസ് ആ സെൻറ്റൻസ് ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. ഓക്കെ, ഗ്രൂപ്പ് എ ഹാസ് everything, group B has plus an extra fractional share. Share of group B's total. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് 2/3 എഴുതി. അപ്പോൾ ഈ 2/3യുടെ അടുത്ത പേജ് എടുക്കാം. 2/3 എടുത്തു. ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയല്ല കേട്ടോ. നേരത്തെ നമ്മൾ കേക്ക് സാധാരണ ഫ്രാക്ഷൻ കേക്ക് കഴിക്കുന്ന സമയത്ത് ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കേക്ക് 3ൽ 2 ഭാഗം കേക്കും കഴിച്ചു എന്ന് പറഞ്ഞാൽ കേക്ക് 3 എണ്ണമായിട്ടും മുറിച്ച് 2 എണ്ണം കഴിച്ചു, ബാക്കി ഒരു കേക്ക് അവിടെ ബാക്കിയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. 2 ഗ്രൂപ്പുകൾ കമ്പയർ ചെയ്തിട്ട് ഗ്രൂപ്പ് എ ഈസ് ഒരു നിശ്ചിത ഫ്രാക്ഷൻ മോർ ദാൻ ദാറ്റ് ഓഫ് ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്ക് ഇതിനെ നമ്മൾ 2 ഫ്രാക്ഷനെ നമ്മൾ ഗ്രൂപ്പുകളാക്കിയിട്ട് എടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ് ബി ആണ് താഴത്തെ വാല്യൂ വരിക, അതായത് ഡിനോമിനേറ്റർ. ഇത് ഡിനോമിനേറ്റർ ആണല്ലോ അല്ലേ? ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും, താഴെ പറയുന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഗ്രൂപ്പുകളില്ലേ, ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ മെയിലാണ്, ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് എ മെയിലായി കിട്ടിയത്? ആദ്യം പറഞ്ഞത് ഗ്രൂപ്പ് എ അല്ലേ, the male unsubscribed viewers in town D എന്നത് ഗ്രൂപ്പ് എ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അപ്പോൾ അത് മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണെന്ത്, ഗ്രൂപ്പ് ബി. അപ്പോൾ ഇവിടെ 2 ഗ്രൂപ്പുകളെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിനേക്കാൾ ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിനേക്കാൾ ഇവിടെ നമ്മൾ ഇതിനെ മാറ്റി 2/3 ആക്കി. 2/3% ഫ്രാക്ഷൻ കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് ബി താഴത്തെ വാല്യൂ ആയിരിക്കും, അതായത് 3 ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ ഫീമെയിൽ 3 ആണെങ്കിൽ മെയിൽ എപ്പോഴും എന്ത് ചെയ്യാരം 3 + 2 ആയിരിക്കും. ഓക്കെ, ഇനി 3 ഉള്ളത് 3x എന്നാക്കാം. ഓക്കെ, എക്സ്. ഇനി ഫീമെയിൽ 3 × 2 ആണ് വരിക, 6 ആണെങ്കിൽ ഇവിടെ അപ്പോൾ മെയിൽ എത്ര വരിക, 6 + 4 വരും, 10 വരും. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യും, ഇവിടെ എത്രയാണ് ഓരോ 3 ഫീമെയിൽ കൂടുന്നതിനനുസരിച്ചും മെയിൽ എത്ര ഉണ്ടാവും,
2 അഡീഷണൽ കൂടും എന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ഇപ്പം ഫീമെയിൽ എക്സ് ആണെങ്കിൽ, ഫീമെയിൽ 3x ആണെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞത് 3x + 2x ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഇൻറ്റു ആണ് എത്ര വില. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് 3 തന്നെ എടുക്കാം, ഈ എക്സ് കൺഫ്യൂഷൻ ആണെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ 3 ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എത്ര ഉണ്ട്, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ മെയിൽ സബ്സ്ക്രൈബേഴ്സ് ഫീമെയിൽ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ ഒരു നിശ്ചിത പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ഫീമെയിൽ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതലാണ് പറയുന്നത്. ഫീമെയിൽ 3 ആണെങ്കിൽ മെയിൽ 3 + 2 ആയിരിക്കും എന്നാണ് ഈ ഫ്രാക്ഷനിലൂടെ വിശദീകരിക്കുന്നത്. ജനറൽ റൂളാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് താഴെ പറയുന്നത് ഗ്രൂപ്പ് ബി ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊരു എളുപ്പ വഴി കൂടിയാണ്, ഒരു ജനറൽ റൂൾ കൂടിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, ഗ്രൂപ്പ് എ മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ഇവിടെ നമ്മൾ നേരത്തെ ഫ്രാക്ഷൻ കണ്ടല്ലോ 2/3 ഫ്രാക്ഷൻ. അപ്പോൾ താഴെ പറയുന്നത് ഗ്രൂപ്പ് ബി ആണ്, ഫീമെയിൽ ആണ്. അത് നമുക്ക് പറയാൻ പറ്റും 3 ആണ്, 3x ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫീമെയിൽ 3 ആണെങ്കിൽ മെയിൽ എത്രയായിരിക്കും, 3 + 2 ആയിരിക്കും. അപ്പോൾ ഇനി 3 + 2x ആണ് വരിക. അപ്പോൾ ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫീമെയിൽ 6 ആണെന്ന് കരുതാം, അല്ലെങ്കിൽ 2 3 ഇൻറ്റു ഒരു ഫോർ എക്സാമ്പിൾ 6 എന്ന് പറയാം, 6/4 ആണെന്ന് കരുതാം. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കുന്ന സമയത്ത് 2/3 കിട്ടിയല്ലോ, 2/3x അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഇൻറ്റു എക്സ് ആണ്, 2 അല്ലേ. അപ്പോൾ ഇവിടെ × 2 അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഇവിടെ ഓരോ 3 കൂടുമ്പോഴും, ഫീമെയിലിൽ ഓരോ 3 കൂടുമ്പോഴും മെയിലിൽ അതിൻ്റെ കൂടെ തന്നെ 2 ആഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് മെയിലിനേക്കാൾ ഫീമെയിൽ 3 ആണെങ്കിൽ മെയിൽ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യും. ഫീമെയിൽ 6 ആണെങ്കിൽ മെയിൽ അതിൻ്റെ കൂടെ 2 3 ഉള്ളത് കൊണ്ട് തന്നെ 2 എക്സ്ട്രാ ആഡ് ചെയ്യും, അപ്പോൾ 4 ആഡ് ചെയ്യും. ഈ ഫീമെയിൽ 9 ആണെങ്കിൽ 3 പ്രാവശ്യം 3 വരുന്ന സമയത്തും ഓരോ പ്രാവശ്യം 2 വീതം കൂടുമ്പോൾ 6 ആഡ് ചെയ്യും. ഇനി 4 ആണ്, ഇനി ഫീമെയിൽ 12 ആണെന്ന് കരുതാം. അപ്പോൾ 4 പ്രാവശ്യം 3 വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ 4 പ്രാവശ്യം ഈ 3 + 4 പ്രാവശ്യം 2 വരും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുകൂടെ ഇവിടെ ഇക്വേഷനിൽ എഴുതുമ്പോൾ മനസ്സിലാവും. മെയിൽ എന്ന് പറഞ്ഞാൽ 3x + 2x = 5x അല്ലേ. അപ്പോൾ ഇവിടെ ഈ 3x എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്, ഫീമെയിലിനേക്കാളും 2 എപ്പോഴും കൂടുന്നത് മെയിലിലേക്ക്. അപ്പോൾ ടോട്ടൽ വരിക 5x ആയിരിക്കും ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, മെയിൽ ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എത്ര കിട്ടി, ടോട്ടൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 800 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ 800. അപ്പോൾ 800 എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും കൂടിയതല്ലേ. മെയിൽ എന്ന് പറഞ്ഞാൽ 5x ആണ്, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 800 = 3x + 2x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 8x ഇങ്ങോട്ട് തിരിച്ചിടുമ്പോൾ 8x = 800. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 800/8, അപ്പോൾ എത്ര 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 100, 1x 100 കിട്ടി. അപ്പോൾ നമുക്ക് മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ആണ് കാണേണ്ടത്. മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 5x ആണ്. 5x സമപ്രകാരം 100 × 5, അപ്പോൾ x എത്രയാണ്, 500 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇവിടെ
മോർ ദാൻ ഫ്രാക്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. മോർ ദാൻ ഫ്രാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ജനറൽ ചെയ്യുന്ന രീതിയല്ല ചെയ്യുക. ഇവിടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ വാല്യൂ 500 കിട്ടി. അതുപോലെ തന്നെ ടൗൺ എൻ്റെയും ടൗൺ സിൻ്റെയും ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും 1080 കിട്ടി. അപ്പോൾ നമുക്കതിൻ്റെ ഇതുവരെ എത്രയാണ് 500:1080 ആണ്. അത് ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാല്യൂ നമുക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഫ്രാക്ഷനിലേക്ക് ഇങ്ങോട്ടിട്ടു. 500/1080. അതിനെ നമ്മൾ വെട്ടി ചെറുതാക്കിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നേരെ പകുതി എടുത്തു. അപ്പോൾ 50 നമുക്ക് എന്ത് ചെയ്യാം, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ എല്ലാത്തിനും 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ, ഈ 0 ഒഴിവാക്കിയാൽ മതിയല്ലോ. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 25/54 കിട്ടി. 25/54. 25/54 നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 25/54 എന്ന ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 25:54 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കും മനസ്സിലാക്കേണ്ട രീതി, ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് മോർ ദാൻ ഇത്ര 2/3 മോർ ദാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇവിടെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പിനെ പല ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിങ്ങനെ വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതായിരുന്നു ഇന്നലെ. അപ്പോൾ ഇവിടെ നമ്മൾ FXO 8x ഇതാ. ഇവിടെ നമുക്ക് മെയിൽ 5x കിട്ടിയല്ലോ അല്ലേ. ഫീമെയിൽ 3x എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫീമെയിൽ 3 ആണെങ്കിൽ മെയിൽ അതിൻ്റെ കൂടെ 2 കൂടി ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് 5x കിട്ടിയത്. അപ്പോൾ ഫീമെയിൽ 3x ആണെന്ന് ഓൾറെഡി എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, 3, അപ്പോൾ 3+, അപ്പോൾ മെയിൽ 5x ഫീമെയിൽ 3x ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം, അതായത് ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് 8x അല്ലേ വരിക. ഈ 8x എന്ന് പറഞ്ഞാൽ ഫീമെയിലും മെയിലും കൂടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ കണ്ടെത്തി താഴത്തെ ടോട്ടൽ ഡിയുടെ ടോട്ടൽ എത്രയാണ്, 8. ആ 8 എന്ന് പറഞ്ഞാൽ എന്താണ്, മെയില് പ്ലസ് ഫീമെയിലാണ്. ഇവിടെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട് അല്ലേ. മെയിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ 3 പ്ലസ് 2 കൂടി വരും അല്ലേ, 2, അപ്പോൾ 5. അപ്പോൾ 3ഉം 5ഉം 8 ആണ്. അപ്പോൾ ടോട്ടൽ 8 ആണ്. 8x ആണ്, 8 അല്ല 8x ആണ്. 8 ഇൻറ്റു എത്ര മൾട്ടിപ്ലിക്കേഷനും വരും, 8x ആണ്. അപ്പോൾ 8x എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 800 കിട്ടിയിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. 8x എന്ന് പറഞ്ഞാൽ 800 ആണ്. 8x എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3x പ്ലസ് 2, 8x എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 800 കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3x അല്ല 5x ആണ്. of 3x plus 5x. ഓക്കെ, ഈ 3x എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്, 5x എന്ന് പറഞ്ഞാൽ മെയിലാണ്. 5 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഫീമെയിൽ 3 ആണെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞാൽ എത്രയ്ക്കാരം, ഫീമെയിലിനേക്കാൾ 2 കൂടുതലായിരിക്കും മെയിൽ എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ 5x കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി, 8x കിട്ടി. 8x എന്ന് പറഞ്ഞാൽ 800 ആണ്. അപ്പോൾ 8x 800 ആണെങ്കിൽ 1x എത്രയായിരിക്കും, 1x 100 ആണ്. അപ്പോൾ 1x 100 ആയി കിട്ടിയപ്പോൾ മെയിൽ എന്ന് പറഞ്ഞാൽ 5x ആണല്ലോ. അപ്പോൾ മെയിൽ 5x ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെയിൽ 5x ആയത്
എക്സ് 100 അപ്പോൾ 5x എത്ര ആയിരിക്കും? 100 × 5 കിട്ടി, 500 നമുക്ക് കിട്ടിയ ആൻസർ. ഈ 500 പിന്നെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ ഈ വാല്യൂ ഇവിടെ വരുന്നത്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഈ പെർസെൻറ്റേജ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരാം. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതി, പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് പറയുന്ന സമയത്ത് 2 ഗ്രൂപ്പ് പറയുന്ന സമയത്ത് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 2 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. ഓക്കെ, അതുകൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്. ഇത് കറക്റ്റാണ്, ഇപ്പോൾ ഇങ്ങനത്തേനാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ലെങ്തി ആയി പോയി. ഇന്നലെ നമ്മൾ ഇതിൻ്റെ വിശദീകരണം കുറേ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത കുറച്ച് അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടഫായി പോയി. ഇത് 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല ആൻസർ കീ ആവും വരിക. അതായത് എല്ലാ 85ഓളം സബ്ജക്റ്റുകളുണ്ടല്ലോ, എല്ലാ 85ഓളം സബ്ജക്റ്റുകൾക്കും വ്യത്യസ്ത ജനറൽ പേപ്പറുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇനി സെയിമും വരാം. അവർക്ക് ഒരു നിശ്ചിത ബാങ്ക് ആയിരിക്കും, ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരിക്കും, അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയായിരിക്കും. അപ്പോൾ വ്യത്യസ്ത ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഈ പ്രാവശ്യം 2024 വന്ന സമയത്ത് കുറച്ചും കൂടെ ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് വരുന്നത്. ഇത് ബാക്കിയുള്ള ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഇത് ഫുള്ള് തീർക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് if P is total number of unsubscribed viewers in turn B and C together and Q is number of subscribed viewers in E, then Q is dash percentage less than P എന്നാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് Q എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഇത് ഇപ്പോൾ നമ്മളിത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീർന്നു പോകണമെന്നില്ല. ഒറ്റ സ്റ്റെപ്പിന് തീർക്കണമെങ്കിൽ നമുക്കിത് ഒരു ക്ലാസ് തന്നെ അതിന് വേണം, കാരണം കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ വിശദീകരിച്ചിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റേ നിങ്ങൾക്ക് പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റൂള് ജസ്റ്റ് ഒന്ന് ചെയ്യാം, ഇവിടെ എഴുതാം. ഇതിന് സാധാരണ നമ്മൾ പറയുന്ന പേര്, ഇതിനൊരു പേരുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത ഈ മെത്തേഡിന് ഫ്രാക്ഷണൽ ഇൻക്രീസ് റൂൾ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഫ്രാക്ഷണൽ ഇൻക്രീസ് റൂൾ. അതുപോലെ വേറെ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു, മൾട്ടിപ്ലയർ മെത്തേഡ് ഫോർ പെർസെൻറ്റേജ് ഇൻക്രീസ്. മൾട്ടിപ്ലയർ മെത്തേഡ് ഫോർ പെർസെൻറ്റേജ് ഇൻക്രീസ്. increase, multiplied method of percentage increase. ഇതാണ് ഇതിന് മെത്തേഡ് പറയാം. ഇവിടെ എത്ര എന്താണ് പറയുന്നുള്ളൂ, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഇതിൻ്റെ ഒരു വിശദീകരണം ഒരു തിയറി ലെവലിൽ എഴുതാം. when a value is stated as a certain fraction or percentage
more than a base value, the rule is to add that fraction to 1. അതായത് മോളത്തെ വാല്യൂവിനാണ് 1 എന്ന് പറഞ്ഞത്. ആൻഡ് then multiply it by the base value. ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിനാണ് ബേസ് വാല്യൂ എന്ന് പറയാം. അത് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുമ്പിൽ ഇങ്ങനൊരു 2/3% മോർ ദാൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് താഴെ പറയുന്ന വാല്യൂ ഗ്രൂപ്പ് ബി വാല്യൂ ആയിരിക്കും. അപ്പോൾ താഴെ പറയുന്നത് ഇവിടെ നമുക്ക് 2/3 മെയിൽ ആൻഡ് ഫീമെയിൽ പറയുമ്പോൾ മെയിലാണല്ലോ, ഫീമെയിലാണ് ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്. അപ്പോൾ 3നേക്കാൾ 2 കൂടുതലായിരിക്കും. അപ്പോൾ 3 ഫീമെയിൽ ഉണ്ടെങ്കിൽ 3 + 2 5 മെയിൽ ഉണ്ടായിരിക്കും. 6 ഫീമെയിൽ ആണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള 2ൻ്റെ 4 ഇൻക്രീസ് ചെയ്യും. 3 ഇനി 9 ആണെങ്കിൽ അതുപോലെ തന്നെ 3 × 2 6 ഇൻക്രീസ് ചെയ്യും. അത് ഈക്വൽ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് വരിക. അതൊരു ജനറൽ റൂളാണ്. ഈ ജനറൽ റൂൾ നിങ്ങൾ നോക്കി വയ്ക്കുക. ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കി പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ സംശയമൊന്നും ഇതിലുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ സെഷൻ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുക. കാരണം ഇത് അടുത്ത പ്രോബ്ലം ചെയ്യാനുള്ള സമയമില്ല. പകുതി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആദ്യം മുതൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചെയ്യേണ്ടി വരുന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.